പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുശ്മശാനത്തിലും ആയുർവേദ ആശുപത്രി പരിസരത്തെയും മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തി സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ കേസിൽ താഴേക്കോട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ CPM പഞ്ചായത്ത് അംഗവുമായ മൊയ്തുപ്പ പിലാക്കൽ ഉൾപ്പെടെയുള്ള 3 പേർ അറസ്റ്റിൽ. പെരിന്തൽമണ്ണ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. CPM അംഗത്തിന് പുറമെ താഴേക്കോട് കരിങ്കല്ലത്താണി സ്വദേശികളായ പൊന്നേത്ത് സലീം, കരളി വീട്ടിൽ ഇബ്രാഹിം എന്നിവരാണ് അറസ്റ്റിലായത്. 28ഓളം മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റുകയും കടത്തിക്കൊണ്ടു പോകുകയും ചെയ്തതിലൂടെ സർക്കാരിന് ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പോലീസ് അറിയിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനുള്ള ചുമതലയുടെ മറവിൽ പഞ്ചായത്ത് ആസ്തിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വൻ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കേസ്. പൊതുശ്മശാനം, MCF കേന്ദ്രം, ആയുർവേദ ആശുപത്രി പരിസരം എന്നിവിടങ്ങളിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മരമുറി വിവാദം പുറത്തുവന്നതിന് പിന്നാലെ മുസ്ലിം യൂത്ത് ലീഗും UDF നേതൃത്വവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആരോപണ വിധേയനായ വാർഡ് മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 580/2026 ആയി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ത്യൻ ന്യായ സംഹിതയിലെ വകുപ്പ് 303, പൊതുമുതൽ നശീകരണ നിരോധന നിയമത്തിലെ വകുപ്പ് 4 എന്നിവ ചുമത്തിയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ SIമാരായ സജീവ്, അനീഷ്, CPOമാരായ ഗിരീഷ്, സനൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.